ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ട്രാവൽ ഓട്ടോബയോഗ്രഫിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ 3 ദിവസത്തെ യാത്രയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങളിന്ന് ഉള്ളത് കാന്തല്ലൂരാണ്. കാന്തല്ലൂർ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏകദേശം മലയാള സിനിമ ഭ്രമരം, മോഹൻലാലിൻ്റെ ഭ്രമരം മലയാളം സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണത്. ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ ടെൻ്റ് അടിച്ചിരുന്നത്. നല്ല പൂർണ്ണമായിട്ടും കോടയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. ഫുൾ മഞ്ഞിലാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ മഞ്ഞായിരുന്നു. ഇന്നലെ ഇവിടെയാണ് ഞങ്ങൾ ടെൻ്റ് അടിച്ചിരുന്നത്. ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് അല്ല എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഉത്തരവാദിത്തത്തിൽ ഞങ്ങളിവിടെ ടെൻ്റ് അടിച്ച സ്ഥലമാണ്. കാന്തല്ലൂർ, മറയൂർ ഭാഗത്തൊന്നും ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്പേസ് ഇല്ല. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഒരാൾ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങളുടെ രാത്രി ഇവിടെ എത്തിയത്. ഇന്നലത്തെ ടെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ടെൻ്റ് അടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾ വേറൊരാളുടെ പരിചയത്തിൻ്റെ പുറത്ത് ഇവിടെ ടെൻ്റ് അടിച്ചതാണ്. അപ്പോൾ മറയൂർ, കാന്തല്ലൂർ ഭാഗത്തൊന്നും ടെൻ്റ് അടിക്കാൻ പറ്റില്ല. ഫുൾ ഫോറസ്റ്റിൻ്റെ കീഴിലാണ്. ഞങ്ങളൊരു സുഹൃത്ത് വഴിയാണ് ഇവിടെ ടെൻ്റ് അടിക്കാൻ ഞങ്ങൾ പെർമിഷൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ആരും ശ്രമിക്കേണ്ട കാര്യമില്ല. സമയം രാവിലെ 7 മണി. ഇവിടുത്തെ മഞ്ഞ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. മറയൂരിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്പേസ് അല്ല. വിത്ത് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കിവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എൻട്രി ചെയ്യാനുള്ളത്. നല്ല അടിപൊളി സ്ഥലമാണ്. ചുറ്റും നല്ല പച്ചപ്പ്, അതിൻ്റെ ഇടയിൽ കൂടെ വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ടെൻ്റ് ഉണ്ട്, 2 ടെൻ്റ് ഉണ്ട്. അതിൽ തൊട്ടപ്പുറത്തെ ടെൻറ്റിൽ ഫാമിലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഒമ്നി വാൻ ഇട്ടിരിക്കുന്നത് കണ്ടു. ഇനിയിപ്പോൾ ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല. നമുക്ക് ചുറ്റും കാണാൻ പറ്റും. നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ വരേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാവിലെ നല്ല അതിരാന്ന് കഴിഞ്ഞാൽ നല്ല മഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. നല്ല ഫുൾ കോട കവർ ചെയ്താണ്. ഞാൻ വിശ്രമിക്കാൻ വേണ്ടി ചെറിയൊരു കൂടാരമുണ്ട്. നമ്മളെ നല്ല നാടൻ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൂടാരമുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് തടിമുട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചാരുകസേരയാണ്. അതേപോലെ ഗിറ്റാർ വായിക്കാൻ വേണ്ടി വെക്കുന്ന, ബുക്ക് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. എങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ തൽക്കാലം അത് ഇരിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡും ബട്ടറും ആണ്. സാധനോടാ അതൊന്നും സാധനം പീനട്ടും. അതുപോലെ ഏർമാടം, 2 ഏർമാടമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഏർമാടത്തിൻ്റെ മുകളിലേക്ക് കയറാം.
സെൻട്രലായിട്ടൊരു കൂടാരമുണ്ട്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിഞ്ഞെടുക്കുകയാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങളാണ്. അതേപോലെ ഒരുപാട് അറ്റത്തേക്ക് അവിടെ അതാണ് ശരിക്കും കുലച്ചിവയൽ വ്യൂ പോയിന്റ് എന്നാണ് അതിൽ ഗൂഗിളിൽ കാണുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞാൽ ചുറ്റപ്പെട്ട മറയൂർ, കാന്തല്ലൂർ പ്രദേശങ്ങൾ കാണാം. അതേപോലെ വട്ടവട തുടങ്ങിയ പ്രദേശങ്ങൾ ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇതാണ് വ്യൂ പോയിന്റ്. ഈ കാണുന്നതാണ് വ്യൂ പോയിന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലം. കോട വന്ന് ഇവിടെ മൂടി നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിരാവിലെ ഇവിടെ വരാൻ ശ്രമിക്കുക. ഇവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ അതായിരിക്കും ഏറ്റവും ബെറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ ഏറ്റവും നല്ലത് ഏറ്റവും വെളുപ്പിന് അതിരാവിലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ കോട ഉള്ള ഈ മഞ്ഞുള്ള ഈ സമയത്ത് നമുക്കിവിടെ എത്താൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. അല്ലാതെ ഉച്ചക്ക് ഉള്ള സമയത്തൊന്നും വന്നു കഴിഞ്ഞാൽ മഞ്ഞൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് ഇത്രയും മനോഹരമായി ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളെ ഒന്നും കാണാൻ പറ്റുള്ളൂ. ഹലോ, ഞങ്ങളങ്ങനെ കാന്തല്ലൂരിൽ നിന്ന് നേരെ വട്ടവടയിലേക്ക് പോവാണ്. ഇവിടെ മഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് സ്റ്റേ ചെയ്താൽ ഞങ്ങൾക്ക് വട്ടവടയ്ക്ക് എത്താൻ വഴുകും. അപ്പോൾ 6 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കടക്കണം. മണിക്ക് മുമ്പെങ്കിലും ഞങ്ങൾ എത്താമെന്ന് പറഞ്ഞിരിക്കുന്ന റിസോർട്ടിലേക്ക് മഡ് ഹൗസാണ്. മഡ് ഹൗസിൽ ഞങ്ങൾക്ക് ടെൻ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ കണ്ട എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ്. എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.